സാർ, വിഭവ സമാഹരണം ലക്ഷ്യമിട്ട് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ഫിനാൻസ് ബിൽ 2024 ഞാൻ പിന്തുണക്കുകയാണ്. സാർ, 1963 വൈദ്യുതി സ്വയം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ കാര്യമായി ഉണ്ടായിരുന്നില്ല. എന്നാൽ ജനറേറ്ററുകൾ വെച്ച് ഉൽപ്പാദനം വ്യാപകമായി തുടങ്ങിയതോടെ 1969 സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്നവർക്ക് ഒരു യൂണിറ്റിന് 1.2 പൈസ ഡ്യൂട്ടി ഏർപ്പെടുത്തി. ആ സമയത്ത് ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വന്നിരുന്ന ചെലവ് 10 പൈസയോളമായിരുന്നു. അതിനാൽ അന്ന് നിശ്ചയിച്ച ജനറേഷൻ ഡ്യൂട്ടി ഉൽപ്പാദന ചെലവിൻ്റെ 12% വന്നിരുന്നു. സംസ്ഥാനത്തിൻ്റെ തനതു വരുമാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സ്റ്റേറ്റിന് സ്വന്തമായി നിശ്ചയിക്കാൻ അധികാരമുള്ള മേഖലകൾ കണ്ടെത്തുകയും അത്തരം മേഖലകളിൽ വരുമാന വർധനവിനുള്ള സാധ്യതകൾ പരിശോധിക്കുകയുമാണ് ധനകാര്യമന്ത്രി ചെയ്യുന്നത്. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്നവരുടെ ഡ്യൂട്ടി യൂണിറ്റിന് 1.2 പൈസ എന്നത് 15 പൈസയായി പുതുക്കി നിശ്ചയിച്ചു. ഈ ഇനത്തിൽ വർഷത്തിൽ 70 ലക്ഷം രൂപയോളമാണ് സംസ്ഥാനത്തിന് കിട്ടിക്കൊണ്ടിരുന്നത്. അത് ഏകദേശം 10 കോടി രൂപയായി വർദ്ധിക്കാൻ പുതിയ നിർദ്ദേശം സഹായകമായേക്കും. നമ്മുടെ സംസ്ഥാനത്ത് പുരപ്പുറ സോളാർ ഉൽപ്പാദകരിൽ ഡ്യൂട്ടിയിൽ വരുത്തിയ വർധനവ് ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരുന്നതിന് നികുതി വർധനവ് തടസ്സമാകാൻ ഇടയുണ്ട്. അതിനാൽ ഇക്കാര്യത്തിലൊരു പുനഃപരിശോധന വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാർ, കേരള മോട്ടോർ വാഹന ചട്ടപ്രകാരം ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ പരസ്യം പ്രദർശിപ്പിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്വകാര്യ വാഹനങ്ങളിൽ പരസ്യം പ്രദർശിപ്പിക്കുന്നത് സംബന്ധിച്ച് ചട്ടത്തിൽ പരാമർശമൊന്നുമില്ല. പല പരസ്യ കമ്പനികളും പരസ്യ പ്രദർശനത്തിനായി സ്വകാര്യ വാഹനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് പരിമിതികളുണ്ട്. പുതിയ സാഹചര്യത്തിൽ സ്വകാര്യ വാഹനങ്ങളിലും സഭ്യമായ പരസ്യം പ്രദർശിപ്പിക്കുന്നതിന് നിയമപരമായി അനുവദിക്കുകയും അതിനായി ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് നിശ്ചയിച്ചതിനേക്കാൾ താരതമ്യേന കൂടിയ നിരക്ക് ഏർപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ്. അനുമതിയില്ലാതെ പരസ്യം പ്രദർശിപ്പിക്കുന്ന വാഹനങ്ങൾ എൻഫോഴ്സ്മെന്റ് പിടിച്ച് വാഹനം രജിസ്റ്റർ ചെയ്ത കാലം മുതലുള്ള പരസ്യ നികുതി ഈടാക്കുകയും ചെയ്യാവുന്നതാണ്. ട്രാൻസ്പോർട്ട് വാഹനമാണെങ്കിൽ തൊട്ടു മുമ്പ് ഫിറ്റ്നസ് പരിശോധന നടന്ന തീയതി മുതലും പരസ്യ നികുതി ഈടാക്കാവുന്നതാണ്. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വാഹനങ്ങൾക്ക് കേരളത്തിൽ വലിയ നികുതിയാണ് ഈടാക്കുന്നത്. അതുകൊണ്ട് ഇത്തരം വാഹനങ്ങൾ കേരളത്തിൽ കൂടുതലായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. അതേസമയം നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 10,000 രൂപയ്ക്ക് താഴെയാണ് നികുതി. 11,000 വാഹനങ്ങൾ ഇതിനകം നാഗാലാൻഡിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിന്റെ ഓതറൈസേഷൻ ഇനത്തിൽ അടക്കുന്ന 3 ലക്ഷം രൂപയിൽ കേന്ദ്രവിഹിതമായി ലഭിക്കുന്ന തുക വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത സംസ്ഥാനത്തേക്കാണ് പോകുന്നത്. കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ ഈ ഇനത്തിലുള്ള ലാഭവിഹിതം അല്ലെങ്കിൽ വിഹിതം പോകുന്നത്, കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം പോകുന്നത് നാഗാലാൻഡിലേക്കും അരുണാചൽ പ്രദേശിലേക്കും ഒക്കെയാണ്. കേരളത്തിൽ ഓടുന്ന മിക്ക ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വാഹനങ്ങളും ഇതര സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളവയാണ്. കേരളത്തിൽ നികുതി കുറക്കുന്ന പക്ഷം കൂടുതൽ വാഹനങ്ങൾ കേരളത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യുകയും ഇതിൻ്റെ നികുതി വിഹിതം കേരളത്തിന് ലഭിക്കുകയും ചെയ്യും. സാർ, കോൺട്രാക്ട് ഗാരേജുകളുടെ നികുതി ഘടന 2 രീതിയിലാണ്. ഒന്ന് ഓർഡിനറി സീറ്റ്, 2 പുഷ് ബാക്ക് സീറ്റ്. ഈ നികുതി ഘടന AC നോൺ AC എന്നാക്കി മാറ്റിയാൽ കൂടുതൽ ഫലപ്രദമാകും. സാർ, പാട്ട കരാറുകൾക്കുള്ള മുദ്രവില കണക്കാക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങളിൽ അടിമുടി മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഭേദഗതികളാണ് 2024 ഫിനാൻസ് ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പാട്ടത്തിൻ്റെ മുദ്ര കണക്കാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ ബില്ലിലൂടെ വരുത്തിയിരിക്കുന്ന പ്രധാന മാറ്റങ്ങൾ ഗഹനമായ ചർച്ചകൾക്ക് വിഷയമാകേണ്ടതുണ്ട്. സാർ, പാട്ടത്തിന് കൊടുക്കുന്ന വസ്തുവിൻ്റെ വാടകയ്ക്ക് അനുസൃതമായാണ് നാളിതുവരെ മുദ്രവില കണക്കാക്കിയിരുന്നത്. എന്നാൽ ഭൂമി മാത്രം പാട്ടത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ വാടകയ്ക്ക് പകരം വസ്തുവിൻ്റെ ഫെയർ വാല്യൂ അടിസ്ഥാനമാക്കി മുദ്ര കണക്കാക്കണമെന്നാണ് പുതുതായി വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അതുപോലെ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്ന വിഷയത്തിൽ വാടക കെട്ടിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഫെയർ വാല്യൂ എന്നിവയിൽ ഏതാണോ കൂടുതൽ ആ തുക അടിസ്ഥാനമാക്കി മുദ്ര കണക്കാക്കണമെന്നാണ് പുതുതായി വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഫെയർ വാല്യൂ നിശ്ചയിക്കാത്ത സ്ഥലങ്ങൾ സംബന്ധിച്ച് ആധാരത്തിൽ പ്രസ്താവിക്കുന്ന മാർക്കറ്റ് വിലയാണ് അടിസ്ഥാനമാക്കേണ്ടത്. നാളിതുവരെ വാടക കണക്കിലെടുക്കുമ്പോൾ ശരാശരി വാർഷിക വാടക കണക്കിലെടുത്തിരുന്ന സ്ഥാനത്ത് ഇനി മുതൽ ആകെ വാടക അടിസ്ഥാനമാക്കിയാണ്
മുദ്ര കണക്കാക്കേണ്ടത്. ഇപ്രകാരം പുതിയ രീതിയിൽ പാട്ടത്തിനും ഭേദഗതി വരുത്തിയിട്ടുള്ള മറ്റ് ഇനങ്ങൾക്കും മുദ്ര കണക്കാക്കുന്നതിൽ താഴെ പറയുന്ന ആശയക്കുഴപ്പങ്ങളും സങ്കീർണതകളും ഉയർന്നു വരാൻ ഏറെ സാധ്യതയുണ്ട്. സാർ, മുദ്രപത്ര നിയമത്തിലെ പട്ടിക ക്രമ നമ്പർ 16 വരുത്തിയ ഭേദഗതി പ്രകാരം സെയിൽസ് സർട്ടിഫിക്കറ്റായി പരിഗണിക്കേണ്ട രേഖകൾ അനുവദിക്കുന്ന അധികാരികളുടെ കൂട്ടത്തിൽ സിവിൽ ഓഫീസർമാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സിവിൽ ഓഫീസർമാർ ആരൊക്കെയാണെന്ന് നിർവചിച്ചിട്ടില്ല. അതിനാൽ ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാവാൻ ഇടയുണ്ട്. ഇത് മുൻകൂട്ടി കണ്ട് ആരൊക്കെയാണ് ഈ ഗണത്തിൽ ഉൾപ്പെടുന്നതെന്ന് സ്പഷ്ടീകരണം ഉണ്ടാവണം. സാർ, ഇവിടെ പല ആളുകളും ഈ ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചും രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ പെർഫോമൻസിനെ കുറിച്ചും ഒക്കെ പറയുകയുണ്ടായി. സാർ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നൊരു പൊതുസമ്മേളനത്തിൽ പരസ്യമായി ചോദിച്ച രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ദേശാഭിമാനി 1-ാം പേജിൽ കൊടുത്തില്ല എന്നാണ് ശ്രീ ബഹുമാനപ്പെട്ട അംഗം വിഷ്ണുനാഥ് ഇവിടെ പറഞ്ഞത്. സാർ, എന്താണോ കൊടുക്കേണ്ടത് അത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഹിന്ദുത്വത്തിനെതിരായിട്ട് സംസാരിച്ചു, ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചു എന്ന് കമ്മ്യൂണിസ്റ്റ് പത്രമായിട്ടുള്ള ദേശാഭിമാനി കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഏറ്റവും വലിയ തലക്കെട്ട് എന്ന് പറയുന്നത്. മറ്റു പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തലക്കെട്ടാവില്ല. ഞാൻ ബഹുമാന്യനായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മുഴുവൻ ചന്ദ്രികയിൽ വന്നത് വായിച്ചു നോക്കി. സാർ, ഈ പ്രസംഗത്തിൽ എവിടെയെങ്കിലും രാഹുൽ ഗാന്ധി RSS എന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? BJPയെ രാഷ്ട്രീയമായി കോൺഗ്രസ് എതിർക്കുന്നു. കാരണം BJP കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളിയാണ്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ അധികാരത്തിലേക്കുള്ള നടത്തത്തെ ശക്തമായി പ്രതിരോധിക്കുന്നത് BJPയാണ്. അതുകൊണ്ട് BJPയെ എതിർക്കുന്നു. RSS ആണ് യഥാർത്ഥത്തിൽ BJPയുടെ ആശയാടിത്തറ എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയം? മുനീർ സാഹിബെ, സംശയം വേണ്ട. മുനീർ സാഹിബിന് സംശയം തോന്നേണ്ട കാര്യമില്ല. ഞാൻ ചന്ദ്രികയാണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ചന്ദ്രികയുടെ എഡിറ്റോറിയൽ പേജിൽ വന്ന ലേഖനം ഞാൻ മുഴുവനായും വായിച്ചു. സാർ, RSS എന്ന് പറയുന്ന ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. മാത്രമല്ല സാർ, CAA എന്ന് പറയുന്ന ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചോ? സാർ, പല കാര്യങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം വളരെ വാചാനലായി ലോക്സഭയിൽ സംസാരിച്ചു. ഇന്ത്യയിലെ ഒരു ജനവിഭാഗം ഏറ്റവും അധികം പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന, അവരുടെ മനസ്സ് വേദനിച്ച് കഴിയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് CAA എന്ന് പറയുന്ന ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചോ? അതുപോലെ തന്നെ പൗരത്വ രജിസ്റ്ററിനെ കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോ? രാഹുൽ ഗാന്ധി വരുന്നത് UP യിൽ നിന്നാണല്ലോ. UP യിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചു എന്ന ഏക കാരണത്താൽ ആയിരക്കണക്കിന് വീടുകളാണ് ബുൾഡോസർ വെച്ച് അവിടുത്തെ യോഗി സർക്കാർ തകർത്തത്. അവിടെ ഒന്ന് സന്ദർശിക്കുകയോ അതിനെ സംബന്ധിച്ച തന്റെ പ്രതിഷേധം ഇന്ത്യയുടെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഉയർത്തുകയോ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു? സാർ, 5 MLA-മാർ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ട UP യിൽ ജയിലിലാണ്. ഇന്ത്യൻ പാർലമെന്റിലേക്ക് SP-യുടെ സ്ഥാനാർത്ഥിയായി UP യിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 29-കാരിയായ മുനവ്വറ എന്ന് പറയുന്ന MP-യുടെ സഹോദരൻ ജയിലിലാണ്. ആ കാര്യത്തെ സംബന്ധിച്ചൊന്നും രാഹുൽ ഗാന്ധിക്ക് വലിയ വിഷയമായിട്ട് തോന്നിയിട്ടില്ലായിരിക്കാം. അതുകൊണ്ടാകും അദ്ദേഹം അതേക്കുറിച്ചൊന്നും പറയാതെ പോയത്. കോമൺ സിവിൽ കോഡിനെ കുറിച്ചൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഈ രാജ്യത്തുള്ള വലിയൊരു ജനവിഭാഗത്തിന്റെ ആശങ്കകൾ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രതിഫലിപ്പിക്കാതെ പോയത്? അതിനുള്ള ഉത്തരം ബഹുമാനപ്പെട്ട അനിൽകുമാർ പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സാർ, നമ്മളുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഏറ്റവും അധികം നിലകൊള്ളുന്ന പാർട്ടി അതേതാണ്? കോൺഗ്രസിനോടുള്ള വിയോജിപ്പ് കോൺഗ്രസ് ഒരു ഘട്ടത്തിലും RSSന്റെ പ്രത്യയ ശാസ്ത്രത്തെ എതിർത്തിട്ടില്ല. കോൺഗ്രസിന്റെ ഒരു നേതാവ് തന്റെ മക്കളോടെങ്കിലും നിങ്ങൾ ഏത് പാർട്ടിയിൽ ചേർന്നാലും BJPയിൽ ചേരരുത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ശ്രീമാൻ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJPയിൽ പോയി ചേരുമായിരുന്നോ? RSSന്റെ പ്രത്യയ ശാസ്ത്രത്തെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് എതിർക്കാത്തത്? കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഗോൾവാൾക്കറെ അതിശക്തമായി അപലപിക്കാത്തത്? എന്താണ് കോൺഗ്രസ് സവർക്കറെ സംബന്ധിച്ച് ഒന്നും ഉരിയാടാത്തത്? കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കുറിച്ച് മാത്രം
കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവരുടെ മക്കൾക്ക് പോലും ഒരു ക്ലാസ് എടുത്തു കൊടുത്തിട്ടില്ല ഇന്ന് വരെ. RSSനെ കുറിച്ചും ബി ജെ പിയെ കുറിച്ചും. അനിൽ ആന്റണി പോയി എന്നുള്ളത് ശരി, പോട്ടെ. പക്ഷേ ശ്രീമാൻ AK ആന്റണിയുടെ ഭാര്യ എന്താണ് പത്രക്കാരുടെ മുന്നിൽ വന്നുകൊണ്ട് പറഞ്ഞത്? ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു, എൻ്റെ മകൻ BJP-യിൽ ചേരാൻ വേണ്ടി പോകുന്നു. പിതാവേ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പൊ പിതാവ് പറഞ്ഞു, അവനക്ക് നല്ലതേ ഉണ്ടാകൂ, അവൻ പോയിക്കോട്ടെ. സത്യത്തിൽ അനിൽ ആന്റണിയുടെ കാര്യം ചോദിക്കേണ്ടത് ആരോടാണ്? അനിൽ ആന്റണിയുടെ പിതാവിനോടല്ലേ? ശ്രീമാൻ AK ആന്റണിയോടല്ലേ ആന്റണിയുടെ ഭാര്യ ചോദിക്കേണ്ടിയിരുന്നത്? സ്വന്തം ഭാര്യക്ക്, സ്വന്തം മക്കൾക്ക് എന്താണ് കോൺഗ്രസ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു കോൺഗ്രസ്സുകാരന് ഒരിക്കലും ചേരാൻ പറ്റാത്ത പാർട്ടിയാണ് BJP എന്ന് പറഞ്ഞു കൊടുക്കാൻ എന്തേ സാധ്യമാകാതെ പോയത് കോൺഗ്രസിന്റെ നേതാക്കൾക്ക്? നിങ്ങളാണോ ഈ രാജ്യത്ത് RSSനും BJPക്കും എതിരായി വലിയ യുദ്ധം നടത്തും എന്ന് പറയുന്നത്? ആശയപരമായി എതിർക്കണം. നിങ്ങൾ BJP എതിർക്കുന്നത് പ്രധാനമന്ത്രിയുടെ കസേരയിൽ നിങ്ങൾക്ക് എത്താൻ വേണ്ടിയാണ്. എത്തിയാൽ നിങ്ങൾ ആ എതിർപ്പ് നിർത്തും. അതിന്റെ തെളിവല്ലേ RSSനെതിരായി എന്തെങ്കിലും പറയുന്നതിൽ വിമുഖത കാണിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നത്? സാർ, ഇവിടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ അവരുടെ MP-മാര് ഇന്ത്യയുടെ പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളെ കുറിച്ച് വീക്ഷണം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ജോൺ ബ്രിട്ടാസ് എത്ര നല്ല പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, ഈ രാജ്യത്തിലെ മർദ്ദിത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി എത്ര ഗംഭീരമായി പ്രസംഗിച്ചിട്ടുണ്ട്. ചന്ദ്രികയിൽ ഒരു വരി വന്നിട്ടുണ്ടോ? വീക്ഷണത്തിൽ ഒരു വരി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങളാണോ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ദേശാഭിമാനി കൊടുത്തില്ല എന്ന് പറയുന്നത്? രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട്. ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട്. വിഷ്ണുനാഥിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു വിഷ്ണുനാഥിനെ. ഇന്ന് വരെ BJPക്കെതിരായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ? ഇന്ന് വരെ ഇട്ടിട്ടുണ്ടോ? ഇല്ല, ഇടില്ല. RSSനെ അപലപിച്ചിട്ടുണ്ടോ വിഷ്ണുനാഥ്? ഇന്ന് വരെ. കാരണം എന്താണ്? RSSന്റെ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഏറ്റവും അധികം വോട്ട് കൊല്ലം ജില്ലയിൽ, രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ വോട്ടുള്ള നിയോജക മണ്ഡലത്തിൽ BJPക്ക് കിട്ടിയത് 6000 വോട്ട് മാത്രമാണ്. 30,000 വോട്ടുള്ള BJPക്ക് വോട്ടുള്ള നിയോജക മണ്ഡലത്തിൽ. അപ്പൊ അതുകൊണ്ട് പല കോൺഗ്രസിന്റെ നേതാക്കളും അവരവരുടെ ഫേസ്ബുക്കിൽ CAA-ക്കെതിരായി സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട എത്ര MLA-മാര്, കോൺഗ്രസിന്റെ MLA-മാരുണ്ട്? ഒന്ന് എഴുന്നേറ്റ് നിൽക്കി. പൗരത്വ രജിസ്റ്ററിനെതിരായി, കോമൺ സിവിൽ കോഡിനെതിരായി, കശ്മീരിന്റെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതിനെതിരായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട എത്ര കോൺഗ്രസിന്റെ MLA-മാർ അപ്പുറത്തുണ്ട്? ഒന്ന് എഴുന്നേറ്റ് നിൽക്ക്. എന്നിട്ട് പറ. ഒന്ന് കൈപൊക്കിയാൽ മതിയോടോ, ഒന്ന് കൈപൊക്കിയാൽ മതി. ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഒന്ന് കൈപൊക്കിയാൽ മതി. ആ പോസ്റ്റ് വരൂ, പോസ്റ്റ് കൊണ്ടുവരട്ടെ. അതെ, ഒരാളും ചെയ്തിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു. CAA-ക്കെതിരായി, NRC-ക്കെതിരായി സാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാത്തവരാണ് ഇവിടെ ഞങ്ങളിതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട എന്ന് കരുതിയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ CAA-ക്കെതിരായി, ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായി ദേശീയ ഗവൺമെന്റ്, BJP ഗവൺമെന്റ് നടത്തുന്ന നടപടികൾക്കെതിരായി സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട്, മാധ്യമങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ന് ഈ നിയമസഭയിൽ പോലും പ്രസംഗിച്ചിട്ട് അതിനെതിരായി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇവിടെയുള്ള ഒരു കോൺഗ്രസിന്റെയും UDF-ന്റെ ആളുകൾ പറയുന്നില്ല എന്നുള്ളത് ഡെഫോമേറ്റീവ് ആണ്. 307 പ്രകാരം ഈ പറഞ്ഞ വസ്തുതാവിരുദ്ധമായ കാര്യം, അപകീർത്തികരമായ കാര്യം 307 പ്രകാരം സഭാരേഖകളിൽ നിന്നും എക്സ്പെൽ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. എന്റെ മാന്യ സുഹൃത്ത് വിഷ്ണുനാഥ് കുണ്ടറ CAA കുറിച്ച് ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും. CAA കുറിച്ച് ഒരു വാക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിപ്പോ ഒന്ന് കാണിക്ക്, ഒന്ന് പ്രദർശിപ്പിക്ക്. ഒരാളും അത് ചെയ്തിട്ടില്ല.
ഈ ബില്ല്, ഇത്തരത്തിലുള്ള ബില്ലുകൾ വന്ന സമയത്ത് ഞാൻ എന്റെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. എന്റെ ഫേസ്ബുക്കിൽ അത് ലൈവായി ലോകം മുഴുവൻ സർ. എഗെയിൻ അതിന്റെ പോയിന്റ് വീണ്ടും എന്റെ പേര് പറഞ്ഞുകൊണ്ട് വസ്തുതാവിരുദ്ധമായ കാര്യം ആവർത്തിച്ച് പറയുന്നത് സഭാരേഖയിൽ ഉണ്ടാകാൻ ഇത്രയും ചെയ്താൽ മതി സാർ. കോൺഗ്രസിന് രണ്ട് സമീപനമാണ് സാർ. കോൺഗ്രസിന് RSSനോട് ഇന്ന് വരെ കേരളത്തിലെ കോൺഗ്രസ് RSSനോട് ഏറ്റുമുട്ടി നിങ്ങളുടെ കൈപ്പത്തി ഒന്ന് RSSനെതിരായി ഉയർത്തിയിട്ടുണ്ട്. വെറുതെ തമാശക്കെങ്കിലും മൈൻഡ് ചെയ്യാതിരുന്നോ? കാരണം ഉത്തരമില്ലെങ്കിൽ മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ചോദിക്കുന്നു, RSSനെതിരായി BJPക്കെതിരായി നിങ്ങൾ എത്ര സഖാക്കളെ വെട്ടിക്കൊന്നിട്ടുണ്ട്? ഏതെങ്കിലും ഒരു RSSകാരനെതിരായി BJPക്കാരനെതിരായി നിങ്ങളുടെ കൈ എന്നെങ്കിലും ഉയർന്നിട്ടുണ്ടോ ഈ നാട്ടിൽ, ഇവിടെ ഈ കേരളത്തിൽ? അപ്പൊ നിങ്ങൾ പറയും ഞങ്ങൾ വലിയ ഗാന്ധിയന്മാരാണ്, ഞങ്ങൾ അതൊന്നും ചെയ്യില്ല. നിങ്ങൾ അതൊന്നും ചെയ്യില്ലെങ്കിൽ എത്ര സഖാക്കളെ നിങ്ങൾ കൊന്നു തള്ളിയിട്ടുണ്ട്, അത് നിങ്ങൾക്കാവാം. പക്ഷെ RSSനോടും BJPയോടും അത്തരത്തിലുള്ള ഒരു സമീപനമേ വയ്യ എന്നാണ് പറയുന്നത്. മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, വലിയ ആവേശത്തിൽ കോൺഗ്രസിന്റെ കൂടി വാദിക്കേണ്ട. 5 MLA-മാരാണ് UP-യിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നെങ്കിലും നിങ്ങളും അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഇന്ത്യയുടെ പാർലമെന്റിൽ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇടതുപക്ഷമേ ഉണ്ടാകൂ. അത് നിങ്ങൾ മറക്കണ്ട. 5 MLA-മാർ UP-യിൽ, UP എന്ന് പറഞ്ഞത് നമ്മളുടെ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം. 10,500 പാവപ്പെട്ട മനുഷ്യരുടെ വീടുകൾ ബുൾഡോസർ വെച്ച് തകർത്തു. അതൊക്കെ ഒരു പ്രശ്നമല്ലേ? എന്തേ അതേക്കുറിച്ച് ഒന്നും പറയാതിരുന്നത് നമ്മളുടെ രാഹുൽ ഗാന്ധി? ഇതാണ് സാർ മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ വല്ലാതെ ആവേശം കൊള്ളേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുവരെ ആന്റണിയുടെ ഇലക്ഷന്റെ സമയത്ത് മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് ആന്റണി ഇബ്രാഹിം നബിയുടെ സന്തത പരമ്പരയിൽപ്പെട്ടയാളാണ്. എന്നാൽ ഇപ്പൊ പറഞ്ഞത് രാഹുൽ ഗാന്ധി യൂസുഫ് നബി ആണ് എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ എങ്ങാനും ഞങ്ങളൊക്കെ ആയിരുന്നു ഇത് പറഞ്ഞിരുന്നതെങ്കിൽ നിങ്ങൾ എന്തൊക്കെ മാത്താങ്കൂത്തുകൾ ഉണ്ടാക്കുമായിരുന്നു, എന്തൊക്കെ മാത്താങ്കൂത്തുകൾ നിങ്ങൾ ഉണ്ടാക്കി നമുക്കെല്ലാവർക്കും അറിയാം. സാർ എന്റെ ഒരുപാട് സമയമെടുത്തു സാർ. അപ്പോ എനിക്ക് മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, വല്ലാതെ ആവേശത്തോടു കൂടി കോൺഗ്രസിനെ പിന്തുണക്കണ്ട. ആ സ്നേഹവും പിന്തുണയും ഒന്നും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ബില്ലിനെ ഞാൻ പിന്തുണക്കുന്നു സാർ.